ബ്രേക്കപ്പിന് ശേഷമുള്ള അനുപമ പരമേശ്വരന്റെ തുറന്നു പറച്ചിൽ നാർസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ സജീവമാക്കുകയാണ്. ഒരേ സമയം അന്യനും അമ്പിയും റെമോയുമായി പെരുമാറുന്ന പാർട്ട്ണറെ കണ്ട് മാനസിക സ്ഥിരത നഷ്ടപ്പെട്ട സ്ത്രീകൾ നമുക്ക് ഓരോരുത്തർക്കും ഇടയിലുണ്ട്. സ്വയം ചിറകുകൾ അറിയാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന, എല്ലാ പഴിയും നിങ്ങൾക്ക് മേൽ കെട്ടിവെക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇത്തരക്കാരെ കൂടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് തിരിച്ചറിയാനാവാതെ പോകാറുമുണ്ട്. അതാണ് നാർസിസ്റ്റിക് അബ്യൂസിന്റെ ഏറ്റവും അപകടകരമായ വശം. ഇത് എല്ലായ്പ്പോഴും ഫിസിക്കൽ വയലൻസ് മാത്രമായിരിക്കണമെന്നില്ല. സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിംഗ്, ഇമോഷണൽ കൺട്രോൾ, ഒബ്സെഷൻ, ഹ്യൂമിലിയേഷൻ, എൻടൈറ്റിൽമെൻറ്റ്, പവർ പ്ലേ ഇതൊക്കെ അബ്യൂസിൻ്റെ ഭാഗമായേക്കാം. സിനിമയിൽ ഇത്തരം പേഴ്സണാലിറ്റീസിനെ പല രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പഴയ ചില മലയാള സിനിമകളിൽ പലപ്പോഴും നാർസിസ്റ്റിക് അബ്യൂസിനെയും ഡൊമസ്റ്റിക് വയലൻസിനെയും ഒക്കെ ഗ്ലോറിഫൈ ചെയ്തപ്പോൾ വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു വെച്ച ചില സിനിമകളുമുണ്ട്. പലരും സ്വന്തം പാർട്ട്ണർ തരുന്ന ചൂഷണമാണെന്ന് തിരിച്ചറിഞ്ഞത് പോലും ഇത്തരം സിനിമകൾ തന്ന വെളിച്ചത്തിൽ നിന്നാണ്. അതിൽ പ്രധാനപ്പെട്ട സിനിമയാണ് ഗ്യാസ് ലൈറ്റ്. 1944 പുറത്തിറങ്ങിയ ഈ ക്ലാസിക് സൈക്കോളജിക്കൽ ത്രില്ലറിൻ്റെ പേരിൽ നിന്നാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന പദം തന്നെ പോപ്പുലർ ആവുന്നത്. സിനിമയിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം ഫിസിക്കൽ വയലൻസ് എന്നതല്ല, ഒരു മനുഷ്യൻ്റെ സ്വന്തം റിയാലിറ്റിയെ തകർക്കുന്നു എന്നതിലാണ്. ഭർത്താവ് ഭാര്യയെ നിരന്തരം മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അവൾ കാണുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും അവളുടെ ചിന്തകൾ തെറ്റാണെന്നും അവളുടെ പെർസെപ്ഷൻ വിശ്വസിക്കാൻ കഴിയാത്തതാണെന്നും അവളെ വിശ്വസിപ്പിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ വിക്ടിം സ്വന്തം ജഡ്ജ്മെൻറ്റിനെ തന്നെ സംശയിക്കാൻ തുടങ്ങുന്നു. നാർസിസ്റ്റിക് അബ്യൂസിൽ ഗ്യാസ് ലൈറ്റിംഗ് ഇത്രയും ഡേഞ്ചറസ് ആകുന്നത് അവിടെയാണ്. കാരണം അബ്യൂസർ നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ മനസ്സിനെ കൂടി നിയന്ത്രിച്ചുകൊണ്ടാണ്. അടുത്ത സിനിമയാണ് ഇനഫ്. ഇവിടെ അബ്യൂസിൻ്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത്, കൊയേഴ്സീവ് കൺട്രോൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാ കുടുംബം, പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചിത്രം കംപ്ലീറ്റ്ലി മാറുന്നു. പാർട്ട്ണറിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും കൺട്രോൾ. എവിടെ പോകണം, ആരോട് സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് ധരിക്കണം, എല്ലാം മറ്റൊരാൾ തീരുമാനിക്കുന്ന അവസ്ഥ. പലപ്പോഴും അബ്യൂസർ പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നായിരിക്കും. പക്ഷേ സ്നേഹം ഒരാളുടെ ഫ്രീഡം എടുത്തു കളയുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല, പൊസഷൻ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഈ സിനിമ. ഇനഫ് എന്ന സിനിമയുടെ ഏറ്റവും ശക്തമായൊരു ഭാഗം എന്ന് പറയുന്നത് വിക്ടിം ആ കൺട്രോൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിക്കുന്നിടത്താണ്. അതായത് അബ്യൂസിൻ്റെ കഥ മാത്രമല്ല ഈ സിനിമ. കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോൾ അബ്യൂസർ എത്രത്തോളം ഡേഞ്ചറസ് ആകാം എന്ന യാഥാർത്ഥ്യം കൂടി കാട്ടിത്തരുന്നതാണ്. മൂന്നാമത്തെ സിനിമ അമേരിക്കൻ സൈക്കോ. ഇവിടെ നമ്മൾ കാണുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലെ നാർസിസ്റ്റിക് അബ്യൂസ് മാത്രമല്ല, പകരം അതിൻ്റെ മറ്റൊരു എക്സ്ട്രീം ഫോമാണ്. മീമുകളിൽ നമ്മൾ സദാ കാണുന്ന ക്യാരക്ടറാണ് ഇദ്ദേഹത്തിൻ്റേത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റ് ലൈഫാണ് അയാളുടെ. മണി, സ്റ്റാറ്റസ്, ലുക്സ്, ലക്ഷറി, പവർ ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം അടിയിൽ എക്സ്ട്രീം ഈഗോ, എൻടൈറ്റിൽമെൻറ്റ്, ഒബ്സഷൻ വിത്ത് അപ്പിയറൻസ്, ലാക്ക് ഓഫ് എംപതി ഇതൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ ലോകത്ത് മറ്റുള്ള മനുഷ്യരുടെ വാല്യൂ പോലും അവരുടെ സ്റ്റേറ്റസ്, അപ്പിയറൻസ്, സക്സസ് എന്നിവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവന് ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പല രംഗങ്ങളിലും അപ്പിയറൻസും ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ്. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്നത് ഞാൻ മറ്റുള്ളവരെക്കാൾ സുപ്പീരിയർ ആണ് എന്നൊരു ഇൻറ്റേർണൽ ബിലീഫ് വളർത്തുക എന്നതാണ്. അതിനെ ചലഞ്ച് ചെയ്യുന്ന ആരെയും ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അമേരിക്കൻ സൈക്കോ ഇതിനെ വളരെ ഡാർക്ക് സറ്റയറായിട്ട് അവതരിപ്പിക്കുന്നു. ഇവിടെ നാർസിസം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം മാത്രമല്ല, ഈഗോ ഹേർട്ടായാൽ ഒരു വ്യക്തിയുടെ റിയാലിറ്റി എത്ര ട്വിസ്റ്റഡ് ആകാമെന്നതിൻ്റെ എക്സ്പ്ലോറേഷൻ കൂടിയാണ്. നാലാമത്തേത് ഗോൺ ഗേൾ. ഇത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഫാസിനേറ്റിംഗ് സിനിമാറ്റിക് എക്സ്പ്ലോറേഷൻസിൽ ഒന്നാണ്. ലവ്, ലൈസ്, മാനിപ്പുലേഷൻ, റിവെഞ്ച്, ഇമേജ് മാനേജ്മെൻറ്റ് എല്ലാം ഒരുമിച്ച് വരുന്നൊരു സംഗതിയാണ് ഇവിടെ മാരേജ് എന്നത്. ആരാണ് വിക്ടിം എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഗോൺ ഗേളിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ. നാർസിസ്റ്റിക് അബ്യൂസിൻ്റെ ഒരു പ്രധാന എലമെൻ്റാണ് നരേറ്റീവ് കൺട്രോൾ. അതായത് സംഭവിച്ചതിനേക്കാൾ പ്രധാനപ്പെട്ടത് മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് കരുതുന്നു, അവരെന്ത് വിശ്വസിക്കുന്നു എന്നതിലാണ്. ആരെ വിക്ടിമായി കാണണം, ആരെ വില്ലനായി കാണണം, ആരാണ് ഇന്നസെൻ്റ്, ഈ പെർസെപ്ഷൻ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമാണ് ഗോൺ ഗേളിൻ്റെ സൈക്കോളജിക്കൽ കോർ. അഞ്ചാമത്തെ സിനിമ ദ വിൽ ബി ബ്ലഡ്. ഇത് റിലേഷൻഷിപ്പ് അബ്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയല്ല, പക്ഷേ നാർസിസത്തിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ഫോമായിട്ടുള്ള പവർ, എൻടൈറ്റിൽമെൻറ്റ്, ഡോമിനേഷൻ എന്നിവ മനസ്സിലാക്കി തരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. പണം വേണം, പവർ വേണം, സക്സസ് വേണം, അതിനപ്പുറം മറ്റുള്ളവരെക്കാൾ താൻ സുപ്പീരിയർ ആണെന്ന് തെളിയിക്കുകയും വേണം.
അംബീഷൻ ഉപകാരപ്പെടുന്ന കണക്ഷൻസ് ആയിട്ട് മാത്രമാണ് ഇവിടെ റിലേഷൻഷിപ്പിനെ പോലും കാണുന്നത്. പവർ ഒരു അച്ചീവ്മെൻറ്റ് മാത്രമല്ല, മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാക്കി മാറ്റുകയും ചെയ്യാണ്. ഇവിടെയാണ് നാർസിസത്തിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ഡയമെൻഷൻ നമ്മൾ കാണുന്നത്. ഒരു വ്യക്തിക്ക് പവർ കിട്ടുമ്പോൾ അവൻ്റെ ഈഗോയ്ക്കും എൻടൈറ്റിൽമെൻറ്റിനും ലിമിറ്റ്സ് ഇല്ലാതാകുമ്പോൾ ഇത് മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും. ദർ വിൽ ബി ബ്ലഡ് ഈ അവസ്ഥയുടെ ഒരു ബ്രൂട്ടൽ പോർട്രേറ്റ് ആണ്.